നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഹമ്മദ് റിയാസിനെ അങ്ങേട് തുടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. രാഹുലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. അത് മുഹമ്മദ് റിയാസിനിട്ടുള്ള കൊട്ട്. വാക്കുകൾ ഇങ്ങനെയാണ്: മന്ത്രി മുഹമ്മദ് റിയാസിനെ ഈ കുത്തിത്തിരിപ്പിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ മുത്തയ്യ മുരളീധരൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന LDF സർക്കാരിന്റെ നിലപാട് പാർലമെന്റിൽ പറഞ്ഞതിനാണോ TN പ്രതാപന് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചത് എന്ന് റിയാസ് ചോദിച്ചിരുന്നു. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് റിയാസിനെതിരെ രാഹുൽ പരിഹാസം ഉയർത്തിയത്. ഇത്രയും കുത്തിത്തിരിപ്പ് പറ്റുമെങ്കിൽ താങ്കൾക്ക് മുത്തയ്യ മുരളീധരന്റെ പിൻഗാമിയായി ക്രിക്കറ്റിൽ ഒരു കൈ നോക്കിക്കൂടെ? മിനിമം കേരള മുത്തയ്യെങ്കിലും ആകാം. അതുപോട്ടെ, കേരളത്തിന് വേണ്ടി ശബ്ദിച്ചുവെന്ന കുത്തിത്തിരിപ്പ് സ്പെഷ്യലിസ്റ്റ് കേരള മുത്തയ്യ പറഞ്ഞ TN പ്രതാപനെ കേരളത്തിലെ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് എന്ന വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഇനി റിയാസ് പോയി കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഇൻലോ വിജയൻ സാറിനോട് ആ CAA NRC പ്രക്ഷോഭത്തിന്റെ പേരിൽ എടുത്ത കേസുകൾ പിൻവലിക്കാൻ പറയൂ, കേരള മുത്തയ്യെ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചത്. കേരളത്തിന് അർഹതപ്പെട്ട പണം ലഭിക്കേണ്ടതിനെക്കുറിച്ച് ഒരു കോൺഗ്രസ് MPയും പാർലമെന്റിൽ മിണ്ടിയിട്ടില്ല. ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭത്തിൽ അവർ സങ്കുചിത രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. എന്തെങ്കിലും മിണ്ടിയത് പ്രതാപൻ മാത്രമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ സീറ്റുമില്ല. കേരളത്തിന് അർഹമായ പണം ലഭിക്കേണ്ടതിനെക്കുറിച്ച് LDF ഇവിടെ ക്യാമ്പയിൻ ശക്തമാക്കിയ ഘട്ടത്തിലാണ് പ്രതാപൻ ഇക്കാര്യം പാർലമെന്റിൽ ഉയർത്തിയത് എന്നായിരുന്നു റിയാസിന്റെ വാക്കുകൾ. ഇതിനെതിരെയായിരുന്നു കേരളത്തിലെ കുത്തിത്തിരിപ്പിന്റെ ആശാനെന്നൊക്കെ മുഹമ്മദ് റിയാസിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശേഷിപ്പിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. ഇൻലോ വിജയൻ സാറിനോട് ആ CAA NRC പ്രക്ഷോഭത്തിന്റെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കാൻ പറയൂ എന്നാണ് നിലവിൽ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ അർഹതപ്പെട്ട പണം ലഭിക്കേണ്ടതിനെ കുറിച്ച് ഒരു കോൺഗ്രസ് MPയും പാർലമെന്റിൽ മിണ്ടിയിട്ടില്ല എന്നും മിണ്ടിയത് ഈ TN പ്രതാപനാണെന്നും അദ്ദേഹത്തിന് ഇപ്പോൾ സീറ്റില്ല എന്നും റിയാസ് പറഞ്ഞത്. എന്തായാലും അതിനുശേഷം TN പ്രതാപന് ഈ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം. TN പ്രതാപനും അതിലേറെ വലിയ സന്തോഷം പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അതിലേക്ക് മാറ്റുന്നത് എന്നാണ് മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. എന്നാൽ പ്രതാപനെ MP സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാത്തതും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിർത്താത്തതിലും വലിയ പ്രതിഷേധമുണ്ടെന്ന പ്രതാപന്റെ സംഘടന തന്നെ വ്യക്തമാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സംഘടനകൾ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായി അദ്ദേഹത്തെ ഉയർത്തുകയും ചെയ്തിരുന്നു. എന്തായാലും കിട്ടിയ ഉത്തരവാദിത്തത്തിൽ സന്തോഷം. പാർട്ടി എന്തു പറഞ്ഞാലും അത് അതേപടി അനുസരിക്കുന്ന ഒരു നല്ല ഇടയനാണ് താനെന്നായിരുന്നു ഇതിൽ പ്രതാപന്റെ മറുപടി.